ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ബാലയ്യയുടെ അഖണ്ഡ 2ന്റെ ടീസർ ആളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. 24 മില്യൺ അടുത്ത് വ്യൂ ആണ് തെലുഗു ടീസറിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രോളാണ്. കാരണം അമ്മാതിരി കഥയൊക്കെയാണ് ഈ ഒരു ടീസറിൽ കാണിച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് ബാലയുടെ പടങ്ങൾ ഏത് ലെവലാണെന്നുള്ളത്. പിന്നെ തെലുഗു ടിപ്പിക്കൽ പടമാണ്. സോ ആ രീതിയിലുള്ള അപ്രോച്ച് ഈ ഒരു പടത്തിന് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ടീസർ ഒന്ന് കണ്ടു നോക്കാം എന്തുകൊണ്ടായിരിക്കും ആളുകൾ ട്രോളുന്നതെന്നുള്ളത്. ഓ, ഹിമാലയം, തൃശ്ശൂലം, കാള. ഈ ലുക്ക് കാണുമ്പോൾ നമ്മുടെ തഗ് ലൈഫിലെ കമലഹാസൻ്റെ ഒരു ലുക്കില്ലേ, ആ മുടിയൊക്കെ കേട്ട് ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് ആ ഒരു രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റിൽ ഇത്രയില്ല കേട്ടോ, ഫസ്റ്റ് കണ്ടവർക്കറിയാം. എന്തായാലും കൊള്ളാം, ഒരു മാസ് അപ്പിയറൻസ് കിട്ടുന്നുണ്ട് കാണുമ്പോൾ. പുള്ളി നടന്നു വരുന്നതാണെങ്കിലും ആ ഒരു തൃശ്ശൂലം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹിമാലയൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കൊരു മാസ് ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ബാക്കി കണ്ട് നോക്കാം. ഓ, തമൻ. ഓക്കെ, തമനാണ് ഇതിൻ്റെ മ്യൂസിക്. തമൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തെലുഗു പടം മോസ്റ്റ്ലി മ്യൂസിക് ചെയ്യുന്ന എല്ലാം പുള്ളിയാണ്. പുള്ളി ചെയ്യുന്ന പടങ്ങളെല്ലാം വേറൊരു ലെവലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു മ്യൂസിക് കൊടുക്കുന്ന ആ പടത്തിന് കൊടുക്കുന്ന ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ ആ മാസ് സീക്വൻസുകളൊക്കെ വരുമ്പോഴത്തേക്കും അതിന് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം പൊട്ടിപ്പോയ പടങ്ങൾക്ക് പോലും പുള്ളി കൊടുത്തിരിക്കുന്ന ആ ഒരു BGMഉം കാര്യങ്ങളും ഒക്കെ വേറെ ലെവലാണ് കേട്ടോ. ഡാക്കു മഹാരാജ് പുള്ളിയാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അതെ, പുള്ളിയുടെ ഡാക്കു മഹാരാജും തമനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് ലെവലിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തമൻ്റെ ഒരു വെടിക്കെട്ട് മ്യൂസിക് പടത്തിൽ പ്രതീക്ഷിക്കാം. എന്തുവാടേ ഇത്? ആൾക്കാരെ ഇടിച്ച് തോളത്ത് ഉറക്കിയിട്ടേക്കുവാണ്. കയ്യിൽ കണ്ടില്ലേ, അത്രയും പേരുടെ കയ്യിലും ഗണ്ണുണ്ട്. ഈ ഗണ്ണിനൊന്നൊരു വിലയില്ലേ? ഇതൊക്കെയാണ് ട്രോള് വരാനുള്ള മെയിൻ റീസൺ. പിന്നെ ഒരു ബാലയ്യ പടം എന്നുള്ള രീതിയിൽ നമുക്ക് വിട്ട് കളയാം, എന്നാലും അത്യാവശ്യമൊക്കെ ലോജിക്ക് വെച്ചുകൂടെ. ഇതിപ്പം ആ ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഗ്രാഫിക്സ് വർക്കുകളും ഒക്കെ പൊളിയാണ്. VFX ഒക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ആ ഒരു പുറത്ത് കിടക്കുന്ന ആ ഒരു സീക്വൻസ് കണ്ടോ? ഇപ്പം നമുക്കറിയാം, ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാവരെയും കൂടെ എങ്ങനെ തോളത്ത് ആ ഒരു ലെവലിൽ കയറ്റി വെക്കാൻ പറ്റും? ഓക്കെ, അത്രയും പവറുള്ള ആളാണ്. കണ്ടവർക്കറിയാം, ഒരു ശിവനെ ആരാധിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ശിവൻ്റെ ആ ഒരു ബേസിലുള്ള പവർ ഉള്ളൊരു ആളെന്നുള്ളൊരു കോൺസെപ്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പവറായിട്ടുള്ള ആളാണ്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഓർഡർ വേണ്ടേ? ആൾക്കാർ കിടക്കുന്നതിന് ഇത് ഒരു ഡിസോർഡറായിട്ട് വേണ്ടേ കിടക്കാനായിട്ട്? ഇത് കറക്റ്റായിട്ട് ആൾക്കാർ ലെവലായിട്ട് കിടക്കുകയാണ്. ഈ എന്തിനൻ സിനിമയ്ക്കകത്ത് റോബോട്ട് ഗണ്ണെടുക്കുന്നൊരു സീക്വൻസ് ഇല്ലേ, അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് വരുന്നില്ല, അതേപോലെ അടുക്കി വെച്ചേക്കാണ് ആൾക്കാരെ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ആൾക്കാർ ഭയങ്കര ട്രോള് ചെയ്തത് ഈ ഒരു ടീസറിനെ. ഓ, ഇങ്ങനെ നിന്നിട്ട് വീണ്ടും ലിഫ്റ്റ് ചെയ്യാണ് ആൾ കേട്ടോ. ഓൾറെഡി അത്രയും വെയിറ്റ് ആളുടെ ദേഹത്ത് കിടക്കുകയാണ്. വീണ്ടും ആൾ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുകയാണ് എല്ലാവരെയും കൂടെ. എന്നിട്ട് ഒരു ഡിസോർഡറും ആകുന്നില്ലെന്നുള്ളത്. കറക്റ്റായിട്ട് അതേ ഓർഡറിൽ തന്നെയാണ് ആൾക്കാർ കിടക്കുന്നത്. ബാക്കി കാണാം. വില്ലൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഓ, ഇത് ലിഫ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് തൂക്കി എറിയാണ്. ഇല്ലേ, നമ്മൾ തുണി അലക്കിയിട്ട് അയൽ വിരിച്ചിടത്തില്ലേ, അതേപോലെയാണ് ആൾക്കാരെയൊക്കെ എടുത്ത് എറിയുന്നത്. പിന്നെ ഇതിലെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നൈസാണ്. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ കണ്ടവർക്കറിയാം, ചില പടങ്ങളിൽ മാത്രമേ ഉള്ളൂ ദുരന്തം ഡയലോഗ് ഡെലിവറി. അത്യാവശ്യം എല്ലാ പടങ്ങളിലും പുള്ളി നൈസായിട്ടത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിന് ടീസർ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ബാക്കി കാണാം. എന്തോടാ ഇത്? ആ ഒരു തൃശ്ശൂലം പുള്ളിയുടെ കഴുത്തിൽ കിടന്ന് ഇങ്ങനെ ചുറ്റുമാണ്. ഒരു രീതിയിലും ലോജിക്കില്ലാത്തൊരു സംഭവമാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തെലുഗു പടം എന്നുള്ള രീതിയിൽ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ കത്തിയാണെങ്കിലും കാണാൻ രസമുണ്ട് കേട്ടോ. ഈ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള സുദർശന ചക്രമില്ലേ, അതിങ്ങനെ ചുറ്റത്തില്ലേ. സോ ആ ഒരു ബേസിലുള്ളൊരു സംഭവം ആയിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ
ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓരോ സീക്വൻസുകളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബ്ലഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സംഭവം കറങ്ങിയിട്ട് തൃശ്ശൂലം കറങ്ങി അവരുടെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊള്ളാം. ఓ అందాచు ఓ మాస్ హ్యాపీ బర్త్డే టు నందమూరి బాలయ్య అందాచు. ഒരു വലിയ സുനാമി വന്ന പോലത്തെ ഫീലാണ് ഞാൻ ടീസർ കണ്ടപ്പോഴത്തേക്കും. ടീസർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല കളർഫുൾ ടീസറാണ്. അപ്പോൾ സിനിമയും ആ ഒരു ലെവൽ തന്നെ ആയിരിക്കും. അഖണ്ഡയും ഈ ഒരു രീതിയിലുള്ളതാണ്. അഖണ്ഡയെക്കാട്ടിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ ബഡ്ജറ്റ് വൈസ് ഈ ഒരു ടീസർ കാണുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബാലയ്യയുടെ ആ ഒരു മാസ് പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ കൊള്ളാം. ആസ് യൂഷ്വൽ പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പഞ്ചായത്ത് മൊത്തം പുള്ളിയുടെ തോളിലുണ്ട് ആ ഒരു സീക്വൻസുകൾ. അത് മാത്രമാണ് എനിക്ക് ദഹിക്കാത്തത്. ഇതിന് മുമ്പിലത്തെ ബാലയ്യയുടെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ ട്രോൾ ചെയ്താണ്. ഇങ്ങനെ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്, ഒരു ലോജിക്കും ഇല്ലാത്ത സീക്വൻസുകൾ. നമുക്ക് ലോജിക്ക് മിസ്റ്റേക്ക് വരാം, പക്ഷേ ഒരു പടം ഫുള്ള് ലോജിക് മിസ്റ്റേക്കാണ്. സയൻറ്റിഫിക്കായിട്ട് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേറെ ഏതോ യൂണിവേഴ്സാണെന്ന് നമുക്ക് തോന്നും പുള്ളിയുടെ പടം കാണുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ട്രോളി അവസാനം വെറുത്ത് അവസാനം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന പോലെയാണ് ബാലയ്യയുടെ കാര്യം. ആ തരം പുള്ളിയുടെ ഡാക്കു മഹാരാജൊക്കെ എനിക്ക് തോന്നുന്നു 2-3 വട്ടമൊക്കെ ഞാനിത് കണ്ട്. ഒരു പുള്ളിയോട് വരുമ്പോൾ ഉള്ളൊരു മ്യൂസിക് ആ സാധനമൊക്കെ അതൊക്കെ ഇട്ടിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ഗൂസ് ബംസ് ഒക്കെ വേറെ ലെവലാണ്. കാരണം പുള്ളിയുടെ ആരാധകനൊന്നും അല്ല ഞാൻ, പുള്ളിയെ ട്രോളുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു പടം കണ്ടപ്പോൾ പുള്ളിയെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഡയറക്ടർമാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആക്ടറാണ്. പുള്ളിയുടെ പഴയ പടത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. പുള്ളി ശ്രീരാമനായിട്ടാണെന്ന് തോന്നുന്നു അഭിനയിച്ചിരിക്കുന്നത്, ശ്രീകൃഷ്ണനായിട്ടാണോ. ഒരു പഴയ പടത്തിലൊരു സീക്വൻസുകൾ ഞാൻ കണ്ടു. ആ പടം ഞാൻ കണ്ടില്ല. നല്ല പെർഫോമൻസ്. ഒരു ചെറിയ സീക്വൻസിൽ തന്നെ അടിപൊളിയായിട്ട് പുള്ളി ആ ഒരു ഇമോഷൻസൊക്കെ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കഴിവുള്ള ആക്ടറാണ് പുള്ളി. പിന്നെ ആ ഒരു മാസും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയ ഒരു ഹൈറ്റും ആ ഒരു ബോഡിയും ഒക്കെ സെറ്റാണ്. പിന്നെ ചില പടങ്ങളിലൊക്കെ വാളിത്തരം കാണിക്കുന്നു, അത് ഡയറക്ടർമാർ ചെയ്യിപ്പിക്കുന്നതാണ്. റീസെൻ്റായിട്ട് പുള്ളിയുടെ മകളാണെന്ന് തോന്നുന്നു പുള്ളിയുടെ സ്ക്രിപ്റ്റുകളൊക്കെ എടുത്ത് ഇപ്പം കൊടുക്കുന്നത്. പഴയ പടങ്ങളൊക്കെ പുള്ളി തന്നെ സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡിഫറൻസ് അറിയാനുണ്ട് പുള്ളിയുടെ വരുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന പടങ്ങളിലൊക്കെ. ഒരുവിധം ഓക്കെയാണ്, അതിൽ ബെറ്റർ ഡാക്കു മഹാരാജാണെന്ന് എനിക്ക് തോന്നിയത് ഒരുവിധം. അപ്പം ആ ഒരു പടം ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഈ അഖണ്ഡ 2-ൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി വീണ്ടും പഴയ ഒരു ട്രാക്കിലോട്ട് പോവുകയാണെന്ന് തോന്നും. എന്തായാലും ഫസ്റ്റ് പാർട്ടിനകത്ത് ആ ഒരു രീതിയിലുള്ള കഥയായതുകൊണ്ട് നമുക്ക് ഒരുവിധം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. എന്നാലും കത്തിയാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലും അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ്. എന്തായാലും പുള്ളിയുടെ ഈ ഒരു പടം ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാ പടവും, കാരണം പുള്ളിയുടെ എല്ലാ പടവും ഞാൻ ഫോണിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഫോണിലാണെങ്കിലും കൊള്ളാം, നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് പുള്ളിയുടെ പടം കാണുമ്പോഴത്തേക്ക്. ഒരു മാസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ലോജിക്കൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം തിയേറ്ററിൽ പോയി കയറാനായിട്ട്. ആ രീതിയിലാണ് പുള്ളിയുടെ പടത്തിൻ്റെയൊക്കെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടവും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിൽ ഈ ഒരു ടീസറിന് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കളർ ടോണും ബാക്കിയുള്ള കാര്യങ്ങളും സൗണ്ട് ഡിസൈനിങ്ങും VFX ഒക്കെ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം കൊള്ളാം. ഒരു വെർത്ത് വാച്ചിങ് ആണ്. ഞാൻ പറഞ്ഞത് കഥാപരമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചത്, ലോജിക്ക് കാര്യങ്ങളൊന്നുമില്ല. അല്ലാതെ ഒരു പൈസ കൊടുത്ത് കണ്ടിറങ്ങി വരാനുള്ളൊരു മുതലുണ്ടെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ഇപ്പം ട്രോളൊക്കെ കണ്ടാൽ ചിരിച്ചാവും. അങ്ങനത്തെ ട്രോളുകളൊക്കെയാണ് ആൾക്കാർ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കളിയാക്കിയ ആൾക്കാരൊക്കെ തന്നെ പുള്ളി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പടവും ഹിറ്റാകട്ടെ. കാരണം ഫസ്റ്റ് പാർട്ട് 130 കോടി എടുത്ത കണ്ട കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നത്. അതെ, 130 കോടി. അപ്പോൾ ഈ ഒരു പടവും അതിന് മുകളിൽ പോകുമെന്നാണ് തോന്നുന്നത്. പുള്ളിക്കൊരു ഫാൻ ബേസൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ. അപ്പം ബാലയ്യക്കാരു തകർക്കട്ടെ. പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എനിവേ ഹാപ്പി ബർത്ത്ഡേ മാൻ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം എൻ്റെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ളിൽ ചെറിയ സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.